വണ്ടി ഓടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് സെയിം ടീം ഇന്നലത്തെ തോർപ്പ് പാർക്കിന് ശേഷം ഒന്നും കൂടെ പോവാണ്. അപ്പൊ നമ്മള് ഈ ടിക്കറ്റ് എടുത്തത് ഒരു ട്വൈസ് ദ ഫൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടിക്കറ്റ് ആണ്. ഇവിടെ ഉള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു ഓപ്ഷൻ ആണത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മള് തോർപ്പ് പാർക്കിന്റെ ഒരു ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ നമുക്ക് സെയിം ടിക്കറ്റ് വെച്ച് നമ്മൾ വിചാരിക്കുന്നത് സെപ്റ്റംബർ വരെ അത് അവൈലബിൾ ഉള്ളൂ. അപ്പൊ സെപ്റ്റംബറിനുള്ളിൽ നമുക്ക് വേറൊരു പാർക്ക്, അത് 2-3 ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാർക്കിലും കൂടെ പോവാം. അത് നല്ലൊരു ഡീലായിട്ട് തോന്നി. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു ടിക്കറ്റ് എടുക്കുന്നത്. അപ്പം അതെ, അതെ ടയേർഡാണ്, പക്ഷെ നല്ലൊരു രസമായിരിക്കും ഇവിടെ. പിന്നെ കുറച്ചും കൂടെ സൂ, പിന്നെ സീ ലൈഫ്, പിന്നെ കുറച്ച് റൈഡ്സ്, അതെ അങ്ങനെ പോയി നോക്കിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. രസമുള്ളൊരു കാഴ്ച. കുരങ്ങനെ അവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു കുരങ്ങനെ അവിടെ ചിന്തിച്ചോണ്ടിരിക്കുന്നുണ്ട്, മറ്റൊരു കുരങ്ങനത് ഇവിടെ ബാഗും തുപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു ട്രിപ്പ് വന്ന കൂട്ടൊരു വണ്ടിയാണ്. നമ്മളിവിടെ എത്തി, പക്ഷെ നമ്മൾ പറഞ്ഞ സ്ഥലത്തുനിന്ന് വേറെ പാർക്കിംഗ് ഇഷ്യൂ വന്നുകൊണ്ട് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ കുറേ സ്ഥലത്ത് പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് തോർപ്പിലാണ് ആൾക്കാർ കൂടുതലെന്ന്, പക്ഷെ ഇവിടെ 3-4 ഭാഗത്തായിട്ട് കുറേ പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും കുറച്ച് സമയം കൂടി എടുക്കുമെന്ന് തോന്നുന്നു. ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പാർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ സ്ഥലത്തേക്ക് മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. പാർക്കിംഗ് മൊത്തം ഫുള്ളാണ്. ഇതാണ് പാർക്കിംഗ്, ഇങ്ങനെയാണ് പാർക്കിംഗ്. അതെ, അതുപോലത്തെ ഒരു 4 പാർക്കിംഗ് ഇപ്പൊ നമ്മള് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ഉണ്ട്. പിന്നെ ഇതുപോലെ 2-3 സ്ഥലങ്ങളിലായിട്ടും പാർക്കിംഗ് ഉണ്ട്. അപ്പൊ തന്നെ ഇതൊരു ബിസി ഏരിയ ആണ് മനസ്സിലായി അല്ലേ? ഇന്ന് സൺഡേ ആയതുകൊണ്ട് ബിസിയാണ്. അതെ, സത്യം അങ്ങനെയായിരിക്കും. ഒരുപാട് ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. പോയിട്ട് ബാക്കി വിശേഷങ്ങളോട് കിടക്കണം. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എത്തും. എല്ലാം കാർ പാർക്ക് മാത്രമേ കാണുന്നുള്ളൂ. ഈ കാർ പാർക്കൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മൾ അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്. സത്യം അങ്ങനെയല്ല, ഒരുപാട് കാർ പാർക്ക്, ഇഷ്ടംപോലെ കാർ പാർക്ക്. അതെ, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടല്ലേ ഇത്? അല്ലേ, പ്ലാസ്റ്റിക് ആയിരുന്നോ? അതാ ഞാൻ വിചാരിച്ചത്. നന്നായിട്ട് വെട്ടിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് ആണ്. നമ്മൾ ആദ്യം കയറാൻ പോകുന്ന റൈഡ് ഇതാണ്. ഓ, ഇത് വേൾഡ് ഓഫ് ജുമാൻജി എന്നാണ് എഴുതിയിരിക്കുന്നത്. സോറിയില്ല, വായും വിളിച്ചിട്ടുണ്ട്. അതെ, കണ്ടോ, വേൾഡ് ഓഫ് ജുമാൻജിയിൽ ഇപ്പം നമ്മൾ കയറാൻ പോവാണ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് റൈഡിൽ കയറി. ഇവിടെ റൈഡ്സ് ഉണ്ട്, പക്ഷെ നമ്മൾ റൈഡ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. കാരണം ഇന്നലത്തെ തോർപ്പ് പാർക്കിൽ മൊത്തം റൈഡ്സ് ആയിരുന്നല്ലോ. അതുകൊണ്ട് നമ്മൾ റൈഡ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. നമ്മളിനി ഒരു കാട്ടിലേക്കാണ് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ കുറേ ആനിമൽസൊക്കെ ഉണ്ട്, സൂ പോലെയാണ്. അപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. നമ്മൾ ആദ്യമായിട്ടൊരു റേഞ്ചർ അതിനകത്തുണ്ട് കേട്ടോ. ഹലോ, പുറത്തിറങ്ങി വരൂ ഗൈസ് പ്ലീസ്. അവിടെ വിളിച്ചിരിക്കുകയാണ്, തിരിച്ചിറങ്ങി വരുന്നില്ല. അപ്പം നമുക്ക് അടുത്ത ആൾ കാണുമ്പോൾ ഇവിടെ വേറൊരു സാധനം, ഒരു ഓടി ചാടി വെള്ളത്തിൽ കയറി വരണം. ഇതെവിടെ ഉണ്ട്? നീന്തലുണ്ടോ? അത് നല്ല രസമുണ്ടായിരുന്നു. അവിടെ സീലുണ്ട്. ഒന്നോ ഒരു കറിക്കുള്ള ഉണ്ടാവില്ല എന്നാണ് അവർ ചോദിക്കുന്നത്. അവിടെ ഒരു സിംഹമുണ്ട്. കാണാൻ പറ്റില്ല, ആള് ടയർഡായി പിടിച്ചതായിട്ടില്ലെന്ന് തോന്നുന്നു.
ആൾക്ക് വയ്യ കേട്ടോ, അതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. അതെ, നമ്മളൊക്കെ ഇതായിരുന്നു ചൊറിയുന്ന അച്ഛടാ. അയ്യോ കൊറേണല്ലേ, ഒരു പേടിയില്ല. ഒരുത്തരം ഉറങ്ങണ്ട. നമ്മുടെ പൂപ്പപ്പാര് വാടാ. എന്താ മഞ്ഞേ പറ. സീ ലൈഫാണ് ഇവിടെ. എന്തൊക്കെയോ ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാണ് നമ്മൾ പോണത്. സ്റ്റാഫുകൾ തീറ്റ കൊടുക്കുന്നുണ്ട്. നല്ല എന്തോ അങ്ങനൊന്നുമില്ല, അതൊന്നും എനിക്കില്ല. അയ്യോടാ, തീറ്റ കൊടുക്കാൻ ക്യൂ ആയിട്ട് ക്ഷമയായിട്ട് പോണുണ്ട് തീറ്റ വാങ്ങാൻ. അടുത്ത് നമ്മളെ എന്തോ ഒരു ഷോ നടക്കുന്നുണ്ട്, അപ്പൊ അത് കാണാൻ വേണ്ടിട്ട് പോവാണേ. 15 മിനിറ്റുള്ള വെയിറ്റിങ്. നല്ല രസമുണ്ട് കേട്ടോ. ഇന്നലത്തെ തോപ്പ് പാർക്കിലെ അഡ്വഞ്ചർ റൈഡ്സ് അല്ല, കുറേ അനിമൽസ്, അതെ കുറേ ഫിഷിങ്, അല്ല ശരി ഫിഷിങ്, അതെ എൻ്റർടൈനിങ് ആണ്. കുറേ ഫിഷസിനൊക്കെ കാണാൻ പറ്റി. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. ഫോർബിഡൻ കിങ്ഡത്തിലേക്കാണ് ഇപ്പൊ നമ്മൾ പോകുന്നത്. നമ്മുടെ ഫ്ലാമിംഗോസ് ആണ് കേട്ടോ. നമ്മളിനി ജിറാഫിനെ ഒക്കെ കാണാൻ പോവാണേ. പിന്നെ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ ആദ്യമായിട്ടാണ് പക്ഷിനെ കാണുന്നേ. സൂപ്പർ സാധനം തിന്നാൻ. അതെ, ഇറങ്ങുന്നില്ലല്ലോ. എന്നെ വെളുപ്പാലിന് എനിക്ക് ഇതിനൊക്കെ തിന്നാൻ ഇഷ്ടം. ഫുഡെന്ന് കേട്ടപ്പോ എല്ലാം വന്നു കഴിച്ചു. ഇവർ ഫുഡ് കൊണ്ട് വന്നു കുത്തി മറിച്ചു പോ. ഫ്രീക്കന്മാരാണ്. തലയുടെ പേരിലുള്ള ഹലോ. ദി സ്മോക്ക് ഹൗസ് എന്ന് പറയുന്നൊരു ഗ്രിൽ ആൻഡ് ബാർ റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നേക്കുന്നത്. ഇവിടെ എല്ലായിടത്തും വെയിറ്റിംഗ് ടൈം ഭയങ്കര കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ ഓർഡർ ഒരു 17 മിനിറ്റ്സ് ഒക്കെ ആണ് കൊടുത്തത്. 20 മിനിറ്റ്സ് കഴിഞ്ഞു. അതെ, ഒരു 20 മിനിറ്റിന് മുന്നേ ആണ് കൊടുത്തത്. ഇപ്പോൾ ഒരു കുറച്ച് സമയം കൂടെ എടുക്കും ഓർഡർ വരാൻ വേണ്ടി. അല്ലാതെ ഇപ്പോൾ ഒരു 3:30 സമയമായി. ഞങ്ങളിങ്ങനെ വിശന്ന് പൊരിഞ്ഞിരിക്കുകയാണ്. റൈഡ്സും എല്ലാ കാര്യങ്ങളും രസമുണ്ട്, പക്ഷേ വെയിറ്റിംഗ് ടൈമാണ് ഇവിടെ എല്ലാത്തിനും. അതാണ് സഹിക്കാൻ പറ്റാത്തത്. എനിവേ, വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന 5-6 മുഖങ്ങളെ കാണിച്ചു തരാം. ഈ വിശന്നിരിക്കുന്ന അവസ്ഥയിൽ എന്താ പറയാനുള്ളത്? ഇനി 2 വേറെ കാണിച്ചു തരാം. നന്നായിട്ട് വിശന്നിരിക്കുന്ന 2 വേറെ മുഖങ്ങൾ. ഞങ്ങള് ഭയങ്കര അക്ഷമരായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഞങ്ങളുടെ അതെ
ഞങ്ങളിങ്ങനെ ഭയങ്കര ഹൈപ്പോഗ്ലൈസമിക് ആയിക്കൊണ്ടിരിക്കുകയാണ്. കൈവരയ്ക്കുന്നു. കുറച്ച് മയനൈസും കെച്ചപ്പൊക്കെ ഇവിടെ ഉണ്ട്. ബട്ട് നമ്മുടെ ഫുഡ് വെയിറ്റിംഗ് ആണ്. സൂപ്പർ ഡാ. ഫുഡ് വന്നിരിക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. പെട്ടെന്ന് കഴിക്കുകയാണ്. വിശക്കുന്നുണ്ട് കേട്ടോ. ബൈ. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ പോകുന്നത് ലാൻഡ് ഓഫ് ടൈഗറിൻ്റെ ഒരു ഏരിയയിലേക്കാണ്. ഇതൊക്കെ ഓരോരോ ഏരിയയാണ്, ഓരോരോ സോൺസ് ആണ്. അവിടെ ഇങ്ങനെ അവരിങ്ങനെ ഓരോ സാധനങ്ങൾ വെച്ചേക്കുവാണ്. ചിലയിടത്ത് സൂ, ചിലയിടത്ത് സീ ലൈഫ്. ഇവിടെ ലാൻഡ് ഓഫ് ടൈഗർ ആണ്. പിന്നെ അവിടെ ഫ്ലെമിംഗോസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അങ്ങനെ വേറെ വേറെ സ്ഥലങ്ങളാണ്. ഇതാണ് നമ്മളെ ടൈഗർ. പക്ഷേ ഇതൊന്നല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ശരിക്കുള്ള ടൈഗറിനെ കാണാം എന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. കലിംഗ എന്നാണ് ഈ ടൈഗറിൻ്റെ പേര്. നമുക്ക് അതിനെ കാണും എന്നുള്ള പ്രതീക്ഷയിൽ പോവാം. അത് ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. നമ്മൾ കടുവേനെ കാണാൻ പറ്റിയില്ല. നമുക്ക് ആളുടെ പൊടി പോലും കാണാനില്ലായിരുന്നു. ആമ എഴയുന്ന കണ്ടിട്ടുണ്ടോ? ഭയങ്കര സ്ലോ ആയിട്ട്, ഇത്ര സ്ലോ ആയിട്ടാണ് ആമ എഴയുക. നമ്മുടെ കഥയിൽ കേട്ട പോലെ ഇങ്ങനെ മുയലും ആമയും തമ്മിലുള്ള മത്സരത്തിൽ ഇങ്ങനെ എഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് പോയാണ് ആമ ജയിച്ചിട്ടുള്ളത്. അവിടെ ഉണ്ട്. നമ്മളപ്പോൾ ഇനിയിപ്പോൾ തിരിച്ച് വണ്ടി കയറി നമ്മൾ തിരിച്ചു പോവാണ്. അപ്പം നമ്മൾ 2 ട്രിപ്പായിരുന്നു, തോർപാർക്ക് ആൻഡ് ചെസ്സിംഗ്ടൺ. റേറ്റ് ഔട്ട് ഓഫ് 10 തോർപാർക്ക്. എൻ്റെ 7, 8. ചെസ്സിംഗ്ടൺ 7. എനിക്ക് 8. 2 മീറ്റ് 8. നിങ്ങൾക്ക് തോർപാർക്കാണോ ചെസ്സിംഗ്ടൺ ആണോ ഇഷ്ടപ്പെട്ടത്? തോർപ്പ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. എൻജോയ് ചെയ്തു ഞങ്ങള്. അപ്പൊ എല്ലാവർക്കും ഒരു ബൈ പറഞ്ഞേ. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി അടുത്തൊരു ഷോപ്പിംഗ് വ്ലോഗുമായി കാണാം ഗൈസ്. അതെ, നെക്സ്റ്റ് ഒരു ഷോപ്പിംഗ് വ്ലോഗ് ആണ്. ഇവരൊന്നുമില്ല, ആമ്പിളേരൊന്നുമില്ല, ഞങ്ങൾ പെമ്പിള്ളേര് മാത്രമുള്ള വളരെ സമാധാനം പറയും. അതെ, തിരിച്ചു പോകും. നമ്മുടെ ഉണ്ണി ഇന്ന് പോവാണ് തിരിച്ച്. അപ്പൊ ഇനിയിപ്പോ നമ്മള് ഷോപ്പിംഗ് വ്ലോഗ് ആയിട്ടാണ് അടുത്തത് കാണുന്നത്. നമ്മളിന്ന് രക്ഷപ്പെടും. നിങ്ങളിന്ന് രക്ഷപ്പെടും. അപ്പൊ ബൈ.